Hi friends, welcome to English Mithra. FAQ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, സോ ഇന്നത്തെ FAQ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് നിങ്ങൾ അയച്ചിട്ടുള്ള കുറച്ച് വാലിഡ് ആണെന്ന് നമുക്ക് തോന്നിയിട്ടുള്ള, വാലിഡ് ആണെന്ന് തോന്നിയിട്ടുള്ളതല്ല, മിക്കതും എടുത്തിട്ടുണ്ട് ആക്ച്വലി. അല്ല, വാലിഡ് ആണ്. മിക്കതും വാലിഡ് ആണ്, മിക്കതും എടുത്തിട്ടുണ്ട്. പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒത്തിരി വന്നിട്ടുണ്ട്, അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. Okay. What's the difference between till and until? Until. Repeated number 1. റിപ്പീറ്റ് ചെയ്ത് ഒത്തിരി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. till and until ആക്ച്വലി സെയിം മീനിങ് ആണ്. ഓൾമോസ്റ്റ് till എന്ന് വെച്ചാൽ till now he hasn't called me, ഇതുവരെ അവനെ വിളിച്ചിട്ടില്ല. പിന്നെ until നമ്മൾ യൂസ് ചെയ്യുന്ന until you complete your homework I will not let you play. നീ ഹോംവർക്ക് ചെയ്യുന്നത് വരെ നിന്നെ കളിക്കാൻ സമ്മതിക്കില്ല. സോ till and until is almost the same. സിനോണിംസ് ആയിട്ട് മിക്ക സിറ്റുവേഷൻസിലും യൂസ് ചെയ്യാം. What is the meaning of outgrew? Outgrew would mean ഇപ്പം നമ്മളൊരു സർക്കംസ്റ്റാൻസിലാണുള്ളത്, ഒരു പ്രത്യേക സാഹചര്യത്തിലാണുള്ളത്, അത് നമ്മൾക്ക് കംഫർട്ടബിൾ അല്ല എന്ന് വിചാരിക്കും. പക്ഷെ അത് വെച്ച് ജീവിക്കാനും അതിൽ നിന്ന് പുറത്തു വരാനെന്ന് വെച്ചാൽ അതിനോട് അതിൽ നിന്ന് ഔട്ട്ഗ്രൂ ആയി ഫിസിക്കലി ഇമോഷണലി വളരുക, അതാണ് വളരുന്നതിന് നമുക്ക് ഔട്ട്ഗ്രോൺ സംതിങ് എന്ന് പറയാം. ഇമോഷണലി വളരുന്നതിന് നമുക്ക് അത് പറയാം. കുറച്ചുകൂടെ സാഹിത്യപരമായ ഒരു യൂസേജ് ആണ്. ഔട്ട്ഗ്രോ എന്നാണ് ആക്ച്വലി ദ വെർബിന്റെ ബേസ് ഫോം. Then the past form is outgrew and the V3 form is outgrown. Yeah. Okay. What's the difference between should have and could have? Again, what is the different എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. ഡിഫറൻസിന്റെ സ്പെല്ലിംഗ് ഞാൻ കോമന്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തായാലും വീണ്ടും കോമന്റ്സ് ഇട്ടപ്പോഴും അതിന്റെ സ്പെല്ലിംഗ് തിരുത്തിയിട്ടില്ല. സോ ഫസ്റ്റ് കറക്റ്റ് ദ സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യണം കേട്ടോ. കാരണം ഈ ഡിഫറെന്റ് നമുക്ക് ഡസൻ മേക്ക് സെൻസ്. പിന്നെ ഷുഡ് ഹാവ് ആൻഡ് കുഡ് ഹാവ്, എനിക്ക് തോന്നുന്നു ഷുഡ് ഹാവ് ആൻഡ് കുഡ് ഹാവ്. സോ ഷുഡ് ഹാവ് പറയുന്നത് ചെയ്യണമായിരുന്നു, ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എ റിഗ്രറ്റ് ആൻഡ് ആൻ അക്യൂസേഷൻ. ഒരാളെ കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ കുറ്റബോധമാണ് ഷുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ. ഉദാഹരണത്തിന് ഐ ഷുഡ് ഹാവ് കോൾഡ് ഹിം, ഞാൻ അവനെ വിളിക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് ഡൺ ഇറ്റ്, നീ അത് ചെയ്യണമായിരുന്നു. സോ ഇറ്റ്സ് ലൈക്ക് നമ്മുടെ കുറ്റബോധം നമ്മളൊരാളെ കുറ്റപ്പെടുത്തുന്നതിനും യൂസ് ചെയ്യുന്ന വാക്കാണ് ഷുഡ് ഹാവ് എന്ന് പറയുന്നത്. കുഡ് ഹാവ് എന്ന് പറയുന്നത് വീണ്ടും കഴിയുമായിരുന്നു. ഐ കുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി, എനിക്ക് പാർട്ടിക്ക് പോകാൻ പറ്റുമായിരുന്നു, ബട്ട് ഐ ഡിഡ്ന്റ് ഗോ. ബോത്ത് ഓഫ് ദ കേസസ് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല, അതിനെ നമ്മളിങ്ങനെ ഇത് ചെയ്യുന്നതിനെയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ച് ഇങ്ങനെ കുത്തി സംസാരിക്കും. എന്ത് കാര്യമുള്ള കഴിഞ്ഞില്ലേ അതിനെക്കുറിച്ചാണ് ഈ കുഡ് ഹാവ് ഷുഡ് ഹാവ് സത്യത്തിൽ പാടില്ല. വാട്ട് ഈസ് ഡൺ ഈസ് ഡൺ. സോ ദെർ ഇസ് നോ കുഡ് ഹാവ് ആൻഡ് ഷുഡ് ഹാവ്. യു കനോട്ട് ചേഞ്ച് ദ പാസ്റ്റ്. അല്ലേ? സത്യത്തിൽ ഇപ്പൊ നമ്മള് മോട്ടിവേറ്റേഴ്സ് ഒക്കെ പറയില്ലേ, നടന്നു അത് മറക്കണമെങ്കിൽ ഇങ്ങനത്തെ വാക്കുകൾ മാറ്റണം മിസ്റ്റർ. ഈ ചെയ്യണമായിരുന്നു, ചെയ്യാമായിരുന്നു, ഇതൊക്കെ എടുത്ത് മാറ്റണം. എന്നാ കുഴപ്പമില്ല, എന്നാ പിന്നെ നമുക്ക് മറക്കാം, വിട്ടുകളയാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ട്. നമ്മള് FAQന്റെ ഫസ്റ്റ് പറയുന്നത് എന്തായിരുന്നു? ജാക്ക് ഓഫ്. ഞങ്ങളൊരു പ്രോവർബ്, നമ്മള് ഇംഗ്ലീഷ് അറിയാവുന്നവരൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പ്രോവർബാ. Jack of all trades is a master of none. അത്രേ പറയത്തുള്ളൂ, നമ്മൾ അത്രേ പറയാറുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? ഒത്തിരി കാര്യങ്ങൾ അറിയാവുന്ന ഒരാളെന്ന് പറയുന്നത് ഒന്നിലൊരു മിടുക്കനായിരിക്കത്തില്ല, ഒരു മാസ്റ്റർ ആയിരിക്കത്തില്ല. കുറെ കാര്യങ്ങൾ അറിയാം. അങ്ങനത്തെ ഒരു ഡീഗ്രേഡിങ് മീനിങ് ആണ് സത്യത്തിൽ ഇത് പറയുമ്പോൾ നമുക്ക് ഉള്ളത്. എന്തെങ്കിലും 4 ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ അങ്ങനെ പറയും, ഇങ്ങനെ 4 എണ്ണത്തിന്റെ പുറകെ പോയിട്ട് ഒന്നും ഇല്ലാതെ വാ എന്നുള്ളത്. ഒരെണ്ണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ പറയും. ഇപ്പൊ ഒരു കുട്ടി പാഠം വരയ്ക്കും, പാട്ട് പാടും, ഡാൻസ് ചെയ്യും, നന്നായിട്ട് പഠിക്കും. അപ്പൊ നമ്മൾ പറയുന്നത് എന്തെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, കാരണം എല്ലാത്തിനും കൂടി പോയാൽ എല്ലാം കൂടി പോകുന്നുള്ളത്. അന്നേരം നമ്മളൊരു വാലായിട്ട് പറയും ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ഈസ് എ മാസ്റ്റർ ഓഫ് നൺ. പക്ഷെ ഇതിന് കംപ്ലീഷൻ ഉണ്ട്. ജാക്ക് ഓഫ് ഓൾ ട്രേഡ് ഈസ് എ മാസ്റ്റർ ഓഫ് നൺ, ബട്ട് ഓഫൺ ബെറ്റർ ദാൻ എ മാസ്റ്റർ ഓഫ് വൺ. അതായത് ഓഫൺ മിക്ക സിറ്റുവേഷനിലും ഒരു കാര്യത്തിൽ മാസ്റ്റർ ആയിട്ടിരിക്കുന്ന ഒരാളെക്കാട്ടും എത്രയോ ബെറ്റർ ആണ് എല്ലാ കാര്യത്തിലും കഴിവുള്ള ഒരാള്, അല്ലേ? മിക്ക കാര്യം ഇപ്പൊ പടം വരയ്ക്കും, പാടും, ഡാൻസ് കളിക്കും, പഠിക്കും. ഈ കുട്ടി ഇതെല്ലാം ചെയ്യും, പക്ഷെ കുട്ടിക്ക് ഒന്നിലും ഭയങ്കര കഴിവൊന്നുമില്ല, എല്ലാം ചെയ്യും. അപ്പം ഇത് പ്രോവർബ് ആക്ച്വലി പറയുന്നത് അതാണ് ബെറ്റർ എന്നാണ്. നമ്മളെന്ത് ചെയ്യും? നമ്മുടെ സൗകര്യത്തിന് പകുതി കട്ട് ചെയ്ത് ഇത് ആക്ച്വലി ഷേക്സ്പിയറിന്റെ ഒരു ഷേക്സ്പിയറിന്റെ തന്നെ ഒരു വേർഡിംഗ് ആണ് ഇത്. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ട് ഷെയർ ചെയ്താ. ഇനി എന്തായിരുന്നു നമ്മുടെ ഇത്? ഗ്രൈൻഡഡ് ഷുഡ് ഹാവ് കുഡ് ഹാവ് അല്ല, നമ്മൾ ഡിക്ഷണറിനെ കളഞ്ഞു രേവതി. ഓക്കെ, ഡൗട്ട് ചോദിക്കില്ല.
ഗ്രൈൻഡഡ് ആപ്പിൾ എന്താണ്? ഗ്രൈൻഡഡ് ആപ്പിൾ രേവതി കഴിഞ്ഞ ദിവസം എടുത്ത ഒരു എക്സാമ്പിൾ ആണ്. ഞാൻ ഒരവസ്ഥ പറ്റിപ്പോയതാണ് എന്ന് വേണമെങ്കിൽ പറയാം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഈ കോമന്റ് മാത്രമേ കാണുന്നുള്ളൂ. ആ എക്സാമ്പിൾ വേറൊരു സിനാരിയോയിൽ പറഞ്ഞാണ് ഗൈസ്. അത് നമ്മൾ ആക്റ്റീവ് പാസീവ് വോയിസ് ആണ് അതിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഗ്രൈൻഡഡ് ആപ്പിൾ ഇസ് നത്തിങ് ബട്ട് ആപ്പിൾ മുറിച്ചിട്ട് മുറിക്കുമല്ല, അതെ മിക്സിയിലിട്ട് എന്താ മലയാളം? അതെ, ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അല്ല, ചതച്ചെടുക്കല്ല, മാവ് നമ്മൾ കുഴച്ചെടുക്കത്തില്ലേ? അതായത് ഉഴുന്നും അരിയും. മാവ് കുഴക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ട്, മാവ് ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉഴുന്നും പിന്നെ നമ്മൾ പച്ചരിയും ഒക്കെ വെള്ളത്തിൽ കുതിർത്തിട്ട് അത് അരച്ചെടുക്കുകയാണ്. അതുപോലെ ആപ്പിൾ അരച്ചെടുക്കുന്നതിനാണ് ഗ്രൈൻഡ്. അരച്ചെടുക്കുമ്പോൾ കിട്ടുന്ന സാധനത്തിനാണ് നമ്മൾ ഗ്രൈൻഡഡ് ആപ്പിൾ എന്ന് പറഞ്ഞത്. കുട്ടികൾക്ക് കൊടുക്കണം. ഓക്കെ, അടുത്തത് എൻ്റെ ഫോൺ. നിനക്ക് ലഞ്ച് കഴിക്കാറായോ? Is it time for you to have lunch? അത്രേ ഉള്ളൂ. പിന്നെ അല്ല, I am shocked to hear that you had an accident. മാം, ഇതിൽ ആം കഴിഞ്ഞിട്ട് ഷോക്ക്ഡ് വന്നാൽ തെറ്റല്ലേ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ പ്ലീസ്? ഇതിൽ ഷോക്ക്ഡ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് ആവുമ്പോൾ നമുക്ക് ഷോക്ക്ഡ് എന്നും എന്താ ആമിന്റെ കൂടെയോ വാസിന്റെ കൂടെയോ ഒക്കെ ചേർക്കാം. ഇറ്റ്സ് എൻ ആഡ്ജക്റ്റീവ്. അതൊരു ഒരാളുടെ ഫീലിങ്ങിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. ഇതൊരു വേർബ് അല്ല, ഒരു ആക്ഷൻ അല്ല. അതെ, ഒരു അവസ്ഥയാണല്ലോ. ഷോക്ക്ഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇറ്റ് വാസ് എ ഷോക്കിംഗ് ന്യൂസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഷോക്കിങ്ങും വേർബ് അല്ല, ഒരു അവസ്ഥയാണ്, ഒരു ഫീലിംഗ് ആണ്, ആ ന്യൂസിന്റെ ഒരവസ്ഥ. അതെ, ഐ വാസ് ഷോക്ക്ഡ് എന്നും പറയാം കേട്ടോ. ഐ ആം ഷോക്ക്ഡ് എന്നുള്ളത് തെറ്റല്ല എന്നാണ് പറഞ്ഞത്. ഇംഗ്ലീഷ് ന്യൂസിൽ കേൾക്കുന്ന കോട്ട് ആൻഡ് കോട്ട് എന്ന യൂസേജ് എന്താണ്? ആക്ച്വലി കോട്ട് ആൻഡ് കോട്ട് അല്ല, കോട്ട് ആൻഡ് കോട്ട് എന്നാണ്. കോട്ട് ആൻഡ് കോട്ട് എന്ന് വെച്ചാൽ കൊട്ടേഷൻ മാർക്ക് കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇങ്ങനെ തുടങ്ങും എന്നിട്ട് ഇങ്ങനെ താഴെ കുനിപ്പിട്ട് അവസാനിപ്പിക്കും. ആരെങ്കിലും പറഞ്ഞ ഒരു കാര്യത്തിനെ നമ്മൾ ബുക്സിലൊക്കെ കണ്ടിട്ടില്ലേ, ഡബിൾ ഇൻവേർട്ടഡ് കോമ എന്ന് പറയുന്നേ. കോമ മേളിൽ വരുന്ന ഇങ്ങനെ രണ്ടെണ്ണം ഇങ്ങനെ വരും ആദ്യം. അത് വേണമെങ്കിൽ നമുക്ക് വീഡിയോക്കകത്ത് കുട്ടികളോടൊക്കെ കാണിച്ചു തരാം. അത് ഞാൻ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ എഴുതുന്നിടത്ത് ഇപ്പൊ വരും. ഞാൻ എന്നാ ഇതിടാം. അങ്ങനെ വരും. ആ സാധനത്തിനാണ് നമ്മൾ കോട്ട് ആൻഡ് കോട്ട് എന്ന് പറയുന്നത്. നമ്മൾ ന്യൂസിൽ കോട്ട് അക്സ സെഡ് കോട്ട് ആൻഡ് കോട്ട് ബച്ചു ഇസ് എ ഗുഡ് പേഴ്സൺ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അക്സ പറഞ്ഞ എക്സാക്ട് കാര്യമാണ് പറയുന്നത്. ഇപ്പം ന്യൂസുകാരൻ പറയുന്നത് ദ ചീഫ് മിനിസ്റ്റർ സെഡ് കോട്ട് ആൻഡ് കോട്ട് ദിസ് ആൻഡ്. അപ്പം അതിനുശേഷം പറയുന്ന സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ പറഞ്ഞ എക്സാക്ട് വേർഡ്സ് ആയിരിക്കും പറയുന്നത്. അതാണ് കോട്ട് ആൻഡ് കോട്ട് എന്ന് പറയുന്നത്. പിന്നെ അക്സ പറഞ്ഞത് മറ്റേ ഐ കോട്ട് ഷേക്സ്പിയർ, Jacob altered is a master of none but often better than master of one. അങ്ങനെ എനിക്ക് പറയാം ഐ കോട്ട് ഷേക്സ്പിയർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഐ കോട്ട്, ഇത് കോട്ട് എന്ന് നമ്മൾ പറയും. ടു കോട്ട് സംവൺ സോ ആൻഡ് സോ. ഓക്കെ, പുള്ളി അത് അവർ പറഞ്ഞ എക്സാക്ട് കാര്യം പറയുമ്പോഴാണ് നമ്മൾ ഈ കോട്ട് എന്ന് പറയുന്ന വാക്ക് തന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് കണ്ണും പൂട്ടി ഓക്കെ പറഞ്ഞു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ? ബ്ലൈൻഡ്ലി സേ സംതിങ് ഓർ ബ്ലൈൻഡ്ലി ഡു സംതിങ്. ഇപ്പം അക്സ എൻ്റെ അടുത്ത് കണ്ണും പൂട്ടി യെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അക്സ കണ്ണും പൂട്ടി വെച്ചിട്ട് യെസ് എന്ന് പറഞ്ഞല്ലോ. ഒരു മിനിറ്റ് പോലും ചിന്തിക്കാതെ എന്നോട് യെസ് എന്ന് പറഞ്ഞു എന്നല്ലേ. അപ്പൊ അതുപോലെയാണ് ബ്ലൈൻഡ്ലി സെഡ് യെസ്. ഒന്നും ചിന്തിക്കാതെ യെസ് പറയാ, അതാണ്. ഓക്കെ ഓക്കെ, ഇയാൾ മുന്നേ മോഷ്ടിച്ചിട്ടുണ്ട്. He has stolen before. ഇനി ആ കള്ളന്മാരെ പിടിക്കാൻ പോലീസിന് സാധിച്ചോ? Was the police able to catch the thieves? Where the police, because police is a plural form. So where the police able to catch അല്ലാതെ വേറെ better word ഉണ്ടോ? Catch the thieves, arrest the thieves, but then arrest is not really പിടിക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അയാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? Were they able to find him? ഒന്നും പറഞ്ഞിട്ടില്ല. Were they able to find him? Was he able to find him? Were you able to find him? അങ്ങനെ എന്തോ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതെ. What would you like to have എന്നതിലെ യുവിന് പകരം he വന്നാൽ likes എന്നാകുമോ or has എന്നാകുമോ? രണ്ടും ആകില്ല. What would he like to have എന്നേ ആകത്തുള്ളൂ. അതെ, കാരണം have ഇവിടെ again ഒരു what would you like to have അല്ലെങ്കിൽ what would he അവിടെ സംഭവം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ യൂസേജ്.
rather than grammar എന്നുള്ളതിന് പകരം it's an usage. So you don't നിങ്ങൾ ഇവിടുത്തെ ഓരോ വാക്കിനെയും വേർബായിട്ട് കണ്ടതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വന്നു. ഇതൊരു would has ഇല്ല, would has എന്നുള്ളൊരു യൂസേജേ ഇല്ല, would have ആണുള്ളത്. What would you like to have എന്നേ വരത്തുള്ളൂ. No, the problem with this person is he has ആണ്. എനിക്ക് മനസ്സിലായി, I understood. But the problem is would has എന്നൊരു യൂസേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. He would has done it എന്ന് പറയില്ലല്ലോ, he would have done it എന്നല്ലേ പറയുള്ളൂ. വുഡിന്റെ കൂടെ has വരില്ല, have വരുള്ളൂ. യെസ്. ഓക്കേ. കുഡിന്റെ കൂടെയും കേട്ടോ, കുഡിന്റെ കൂടെയും ഷുഡിന്റെ കൂടെയും മൈറ്റും മെയ്. This was the last question. Okay. തീർന്നു. Okay guys, so that was that. Cotton and cot അല്ല, കോട്ടൺ ആൻഡ് കോട്ട് ഒന്നും പറയാനില്ല. ശരി, ഓക്കെ, എന്ത് ചെയ്യാം. ഞങ്ങൾ ഒരെണ്ണം പറഞ്ഞില്ലേ, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്. ഞങ്ങൾ ഇനി എന്നും എന്തെങ്കിലുമൊക്കെ പറയാം അല്ലേ? അതെ, എന്ന് എന്തെങ്കിലുമൊക്കെ പറയാമേ. ഓക്കെ, സോ എൻ്റെ ഇതില് ഫസ്റ്റിൽ പറഞ്ഞ ഷുഡ് ഹാവ്, കുഡ് ഹാവ്, ഇത് ഡിക്ഷണറിയിലെടുത്ത് കളയണം. പിന്നെ വുഡ് ഹാവും, ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങ് ചെയ്തേനെ, ഒരുറപ്പുമില്ല. ഇനി ആ ഒരു പണക്കാരനായിരുന്നെങ്കിൽ ഞാൻ കുറേ പൈസ പാവങ്ങൾക്ക് കൊടുത്തേനെ. ചുമ്മാതാ, പണക്കാരനായിട്ട് കൊടുത്തിട്ട് നമുക്ക് പറയാം ഞാൻ കൊടുത്തു എന്ന്. പണക്കാരനായിരുന്നെങ്കിൽ ഞാനങ്ങ് കൊടുത്തേനെ, ഒക്കെ വെറുതെ പറയുന്നത്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് ചെയ്തേനെ. എന്ത് ചെയ്തേനെ? ഒന്നും ചെയ്യത്തില്ല, ചുമ്മാ പറയുന്നതാ. ലൈക്ക് നിങ്ങൾ ചെയ്യ, എന്നിട്ട് പറ. സോ എനിവേ, വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ് എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു. അറ്റ്ലീസ്റ്റ് കോമന്റ്സ് എന്തെങ്കിലും എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു. അതെല്ലാ രീതിയിലും പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി ആർക്കത് പഠിക്കണതിന് വീഡിയോസ് ഉണ്ട് ഇഷ്ടം പോലെ. ആഡും പറഞ്ഞു കൊടുത്തും അടുത്ത പ്രാവശ്യം ഞാനൊരു, എനിക്ക് തോന്നുന്നു 100th വീഡിയോ ആണ് ചെയ്തതെന്ന് തോന്നുന്നു. n number of videos on has, have, had. ദ്രോഹിക്കല്ലേ ഗൈസ്. ഓക്കെ സോ ഗൈസ്, നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. വിൽ റിപ്ലൈ ടു ദി ഡൗട്ട്സ്. ആൻഡ് ദെൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലേ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ആപ്റ്റായിട്ട് കംഫർട്ടബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. ഹാവ് എ നൈസ് ഡേ. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.